ഇന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 31 സ്ക്വാഡ്രണുകളിലായി 730ഓളം ഫൈറ്റർ ജെറ്റുകളാണുള്ളതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ 42 സ്ക്വാഡ്രണെങ്കിലും മിനിമം വേണമെന്ന എയർഫോഴ്സിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് തെറ്റിയത്? ആരാണ് തെറ്റിച്ചത്? രാജ്യത്തെ സേനയ്ക്ക് ശക്തമായ മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ വേണമെന്ന് 1990കളുടെ അവസാനം മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് ആവശ്യപ്പെടാൻ തുടങ്ങിയതാണ്. ഇക്കാര്യത്തിൽ മാർക്കറ്റ് ഇന്റലിജൻസ് പഠിച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും വെൻഡർ കേപ്പബിലിറ്റിയും നടത്താൻ 2004 പ്രതിരോധ മന്ത്രാലയത്തിന് എയർഫോഴ്സ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അഥവാ RFI നൽകിയതുമാണ്. എന്നാൽ ഡിഫൻസ് സെക്ടറിൽ സുതാര്യമായ തരത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയാതെ പോയ ഭൂതകാലം, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പാഴാക്കിയ പതിറ്റാണ്ടുകൾ, രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങളെ ഒന്നായി കണ്ട് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യാതിരുന്നതിന്റെ അലംഭാവം, ഇതിന് കൊടുക്കേണ്ടി വന്ന വില ഇന്ത്യൻ സേനയുടെ മനോവീര്യമാണ്. ഇന്ത്യൻ പ്രതിരോധ രംഗം ദുർബലമായി പോകുമായിരുന്നിട്ടുകൂടി തീരുമാനം എടുക്കേണ്ടവർ പതിറ്റാണ്ടുകളോളം ഉദാസീനരായി ഇരുന്നതാണോ എയർ ഡിഫൻസിൽ ഇന്ത്യക്ക് എത്താമായിരുന്ന അതിശക്തമായ ഒരു പൊസിഷൻ നഷ്ടമാകാൻ കാരണം? 1980കൾ മുതൽ 25 വർഷക്കാലം നമുക്കൊരു ഡിഫൻസ് വിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്നത്തെ പോലെ സുതാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ എവിടെയാകുമായിരുന്നു പ്ലേസ് ചെയ്യപ്പെടേണ്ടിയിരുന്നത്? അതല്ലാതെ പോയതിന് ആരാണ് ഉത്തരവാദി? അറിയാമോ? ബൊഫേഴ്സ് അഴിമതിയും അതിനുശേഷം നിശ്ചലമായി പോയ ഇന്ത്യൻ സേനയുടെ ആയുധ ആവശ്യങ്ങളും രാജ്യത്തെ എവിടേക്കാണ് പിന്തള്ളിയതെന്ന്? ബൊഫേഴ്സിന് ശേഷം 30 വർഷം കാത്തിരിക്കേണ്ടി വന്നു സൈന്യത്തിന് ഒരു പീരങ്കി വാങ്ങാൻ. അവിടെ നിന്നാണ് 3.5 ലക്ഷം കോടിയുടെ ഒരൊറ്റ ഡീൽ രാജ്യം ഒപ്പുവെക്കാൻ പോകുന്നത്. ഇത് കേവലം ഒരു യുദ്ധവിമാനം വാങ്ങലല്ല, പുതിയ മനോനില കൈവരിക്കലാണ്. മേഖലയിലെ മേൽക്കോയ്മയിൽ വിട്ടുവീഴ്ചയില്ലെന്ന പുതിയ ഇന്ത്യയുടെ വിളംബരമാണ്.